ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും കിച്ചണിലേക്ക് എത്തിയിട്ട് എൻ്റെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കറി ബാക്കിയുണ്ട് കേട്ടോ, ഒന്ന് രാത്രി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രീൻ പീസ് കറി. അപ്പോൾ പിന്നെ കറിയൊന്നും ഉണ്ടാക്കുന്ന ജോലിയില്ല. അപ്പം പത്തിരിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് കുഴഞ്ഞാൽ തന്നെ ആ ഒരു പത്തിരി പെർഫെക്റ്റായിട്ട് അങ്ങനെ പൊങ്ങിയൊക്കെ വരുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും ഈസി ആയിട്ടുള്ളതും പത്തിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്നും പത്തിരി ഉണ്ടാക്കിയാലൊന്നും കുട്ടികൾക്കൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ മാറി മാറി എല്ലാ കടികളായിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് പത്തിരി ആണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ഒന്ന് അങ്ങനെ മാറി മാറി ഉണ്ടാക്കും. അപ്പോൾ അതാ ഞാൻ ഗ്രീൻ പീസ് കറിയൊക്കെ ആകുമ്പോൾ പത്തിരി തന്നെയാണല്ലോ മാച്ച്. അപ്പോൾ അല്ലെങ്കിൽ നൂലപ്പം അതൊക്കെയാണ് കേട്ടോ ഞാനങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ കറികൾ ഏതാണോ മാച്ചാവുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ നമ്മളെ കടികളും ഉണ്ടാക്കുക. അപ്പോൾ ആ പത്തിരിയൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ പെർഫെക്റ്റായിട്ട് തന്നെ പത്തിരി ചുട്ടെടുക്കണമെങ്കിൽ ഫസ്റ്റ് മറിച്ചിടൽ ഒന്ന് വേഗം മറിച്ചിടാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള മറിച്ചിടൽ പിന്നെ താഴെ ഭാഗം ഒന്ന് ഉറപ്പ് വെച്ചതിന് ശേഷം ഒന്നുകൂടി മറിച്ചിടാം. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഞാനങ്ങനെ ചട്ടകൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ചട്ടക യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് തന്നെ മറിച്ചിടാനുള്ളത് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സമയം കളയാതെ തന്നെ എത്ര എണ്ണ കൊള്ളുമോ അങ്ങനെ കൊള്ളിച്ചിട്ട് വേഗം വേഗം ചുട്ടെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണല്ലോ, അതുകൊണ്ട് തന്നെ സ്കൂളും കാര്യങ്ങളൊന്നുമില്ല. വയനാടൊക്കെ റെഡ് അലേർട്ടിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അൽഹംദുലില്ലാ നമ്മളൊക്കെ സേഫാണ്. അതുപോലെ തന്നെ എല്ലാവരും സേഫാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പത്തിരിയൊക്കെ ചുട്ടെടുത്ത് അവർക്ക് കൊടുക്കണം. ഞാനിന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ചാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അങ്ങനെ വിചാരിച്ചിട്ട് നൗഷാക്ക പുറത്ത് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നല്ല തണുപ്പാകുമ്പോൾ ചൂടോടെ ഇങ്ങനെ പത്തിരിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണമല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് മഴ കുറവുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നൗഷാക്ക പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി വന്ന് അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആ മുറ്റമൊക്കെ അടിച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. അപ്പം എവിടെയാണോ കാടുള്ളത് അവിടെ മാത്രം ഒന്നിങ്ങനെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മൾ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂലും ആ കോരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നാൽ പിന്നെ നല്ലൊരു വൃത്തിയിലിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്ന ആ ഒരു സമയത്ത്. ഇങ്ങനെ ചെളിയായി കിടന്നിട്ടുള്ള ആ ഒരു ചൂലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു എന്തോ പോലെ ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് അടിച്ചു വരാനുള്ള ആ ഒരു മൂടേ അതുമ്പോൾ പോവും. അപ്പോൾ നമ്മൾ ചൂലും വരുന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക കേട്ടോ. എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് സിറ്റ് ഔട്ട് തുടക്കുക എന്നുള്ളത്. നമ്മൾ ആരെങ്കിലും ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുന്ന അല്ലെങ്കിൽ ആദ്യം കാണുന്ന ഒരു സ്ഥലം നമ്മൾ സിറ്റ് ഔട്ടാണല്ലോ. അപ്പോൾ അതെപ്പോഴും ക്ലീൻ ആക്കിയിട്ടിരിക്കുക. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ലിവിങ് റൂമിലേക്കാണ്. അപ്പോൾ ഞാൻ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അകത്തിട്ടുള്ള. അപ്പോൾ ഞാൻ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് എന്നും തുടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുക. ഇന്ന് തുടക്കുന്നൊന്നുമില്ല കേട്ടോ അകത്തൊന്നും. അപ്പോൾ ഞാൻ അകത്തുള്ള ആ ഒരു അടിച്ചുവാരലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നൗഷാക്ക മീനും കപ്പയൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കോര മീനും കപ്പയൊക്കെയാണ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക, അതൊക്കെ പുഴുങ്ങാനുള്ള ആ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ആ മീൻ കറി റെഡി ആയിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്തത് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കപ്പയും കൂടി പുഴുങ്ങിയെടുത്താൽ ഇന്നത്തെ ലഞ്ചും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചോറൊന്നും വെക്കുന്നില്ല എന്ന് വിചാരിച്ച് കപ്പയും മീൻ കറിയും മീൻ ഫ്രൈ ചെയ്തതും അങ്ങനെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കപ്പ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെങ്കിലും കൂടുതൽ എനിക്കാണ് കേട്ടോ ഇഷ്ടം. നല്ല മഴ പെയ്യുന്ന ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുക കേട്ടോ, നമ്മളൊക്കെ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ സേഫായിട്ടിരിക്കുമ്പോൾ എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അവരവരുടെ വീട്ടിലേക്കൊക്കെ എത്താനുള്ള ഒരു ഭാഗ്യം നൽകട്ടെ. കാരണം വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ നാട്ടിൽ എൻ്റെ ഉപ്പയൊക്കെ ഇങ്ങനെ നമുക്ക് വീഡിയോസുകളൊക്കെ അയച്ചു തരുന്നുണ്ട് കേട്ടോ ഫോണിൽ.
അപ്പോൾ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പേടി തോന്നുക. കാടിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ പാവം തോന്നുന്നു. ഇങ്ങനെ തോണിയിലൊക്കെ ഇങ്ങനെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവരവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന് നീങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നിയിട്ടോ എനിക്ക് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ. എത്രയും പെട്ടെന്ന് അവരുടെ വീടുകളിലേക്കൊക്കെ സേഫായിട്ട് തന്നെ എത്താനും അവിടെ താമസിക്കാനുള്ള ഭാഗ്യമൊക്കെ ഇനിയും കൊടുക്കട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ നമ്മളെ കപ്പ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്പയൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ പാകത്തിനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് നമുക്ക് അതൊന്ന് അടുപ്പത്തേക്ക് വെക്കാം. നമ്മൾ എന്ത് സാധനങ്ങളായാലും അത് വേവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കുമല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു ജോലികൾ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. എന്നാലേ നമുക്കൊരു റെസ്റ്റൊക്കെ കിട്ടുള്ളൂ. നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കൽ. നമ്മൾ കപ്പ പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് കപ്പേൻ്റെ തൊട്ട് മേലെ വെള്ളം നിന്നാൽ മതി. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ വിസിലടിക്കുന്ന ആ ഒരു സമയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ ചീറ്റി പുറത്തേക്ക് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പ എത്രയാണോ വെക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെള്ളം വെച്ചാൽ മതി. 2-3 വിസിലാക്കിയിട്ട് അങ്ങനെ എടുക്കുകയും ചെയ്യും. അപ്പം ഞാനിതാ കപ്പയൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കപ്പയും കൂടി ആയാൽ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമാവും. കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അങ്ങനെ അത് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ അത് വേവിക്കാൻ വെച്ച ആ ഒരു സമയത്താണ് എനിക്ക് ഈ ഒരു പോട്ടിൽ വെള്ളം മാറ്റി കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നമ്മൾ ആ ചെടീൻ്റെ വേരൊക്കെ ഒന്ന് കഴുകി ആ പോട്ടൊക്കെ ഒന്ന് കഴുകി വെള്ളം മാറ്റിയെടുക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ കേട്ടോ ഞാൻ ഈ ഒരു പോട്ടിലെ വെള്ളം മാറ്റുക. എന്നാൽ പിന്നെ നല്ല വൃത്തിയിലിരുന്നോളും. അല്ലെങ്കിൽ എപ്പോഴും എന്താ പറയുക ഒരു അഴുകിയ വെള്ളത്തിൽ ഇങ്ങനെ ചെടി ഇരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. നമ്മൾ അകത്ത് വെള്ളത്തിൽ ഇങ്ങനെ ചെടികൾ ഇട്ട് വെക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ മണ്ണിലാണെങ്കിലും ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ആ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ അകത്തുള്ള ചെടികളൊക്കെ ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ ആ പോട്ടിലേക്ക് പുതിയ വെള്ളം നിറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ചെടീൻ്റെ വേരൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ആ ഒരു പിന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആഴ്ചയിലും അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ച ആ ഒരു ടൈമിൽ തന്നെ ഇങ്ങനെ ആക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം അങ്ങനെ അത്രക്കൊന്നും അഴുകിയിട്ടുള്ള ആ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ചെടികളിലൊക്കെ ഉള്ള ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഇലകളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വേരും ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം പിന്നെ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ ഒരു പോട്ടിൽ കൊതുക് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ കൊതുക് മുട്ടയിടും അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിലില്ലാത്തൊരു ടൈമിലാണെങ്കിലും ഇങ്ങനെ കുറേ ദിവസം ഇരുന്നോളും അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ കൊതുക് മുട്ടയിടുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല. ഒരു 2-3 ഗ്രാമ്പു ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെടികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ മതി. എന്നാൽ പിന്നെ ദിവസങ്ങളോളം നമുക്ക് വെള്ളം അങ്ങനെ അങ്ങ് ചീത്തായി പോവുകയില്ല. കൊതുക് മുട്ടയിടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പോൾ നമ്മൾ എവിടെ യാത്ര പോവുക അങ്ങനെയൊക്കെ ആണെങ്കിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിൽക്കുമ്പോഴും ഇട്ട് കൊടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഒരു 2-3 ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മളെ കുക്കറൊക്കെ വിസിലടിച്ച് റെഡിയായി. നമ്മളെ കപ്പ അപ്പം തന്നെ ഞാനെടുത്ത് ഒന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടതാ നമ്മൾ ആ ഒരു ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം കപ്പൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കപ്പ തന്നെയാണ്. നല്ല വെന്ത് ഉടഞ്ഞിട്ടുള്ള കപ്പ തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് വേണം വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടും, അല്ലെങ്കിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടും. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം അതാ ഞാനൊന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് അതൊന്ന് ആ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അതിൽ തന്നെ ഒന്നിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാഴയിലൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണല്ലോ ഈ ഒരു വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ ചൂടോടുള്ള കപ്പയും മീൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എനിക്ക് വാഴൻ്റെ ഇലയിൽ ഇനി ചോറ് കഴിക്കാനാണെങ്കിലും പൊതിച്ചോറ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ലഞ്ച് കഴിക്കലും പാത്രം കഴുകലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒരുപാട് സമയം നമുക്ക് റെസ്റ്റിനുള്ള ടൈമാണ്. ആ ഒരു ടൈമിലാണ് ഞാൻ എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അത് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുക വൈകുന്നേരം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ട്
ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.